അത് നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ നമുക്ക് നേരിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിട്ട്. ഓക്കെ. ഹായ്, മെന്റലിസ്റ്റ് അൻവർ പുലാപറ്റിയാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അബ്ദുറഹ്മാൻ സാഹിബാണ്. കോഴിക്കോട് ഒരു ചിത്രകല വിദ്വാനാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. എനിവേ അദൃശ്യമായിട്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റി. എൻ്റെ ചാനലിലൊക്കെ കാണുന്ന വ്യക്തിയും എൻ്റെ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ കമന്റ് അടിക്കുന്ന വ്യക്തിയാണ് അല്ലേ? വീഡിയോ കാണാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും അദ്ദേഹം ഒരു മെന്റലിസം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഏത് മെന്റലിസമാണ് നിങ്ങൾക്ക് വേണ്ടത്? അതായത് മെന്റലിസം എന്ന് പറഞ്ഞാൽ കുറേ മെന്റലിസങ്ങളുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ മനസ്സിലുള്ള പേര് വിചാരിക്കുന്നത് വേണോ? പലപ്പോഴും നിങ്ങളുടെ വീഡിയോയിലും പല വീഡിയോയിലും കണ്ടത് മറ്റുള്ളവർ ഫോൺ അൺലോക്ക് ചെയ്യുന്നത് ഇതുണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റുമോ? ഫോൺ അൺലോക്ക് എൻ്റെ അധികം ഫോൺ അൺലോക്ക് ചെയ്യുന്നതാണ്. കാരണം ഈ മിക്ക ആളുകളും ചോദിക്കലുണ്ട് എന്തുകൊണ്ടാണ് വെറും ഫോൺ അൺലോക്ക് ചെയ്യുന്നത് മാത്രം അധികം എന്നുള്ളത്. ആളുകൾക്ക് നമുക്ക് എക്സ്പീരിയൻസ് ആവാൻ, അതായത് ആളുകൾക്ക് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാല് പിന്നെ മരിച്ച ആളുകളെ കാണിക്കലും, മെന്റലിസം എന്ന് പറഞ്ഞാൽ ഫോൺ അൺലോക്കിങ്ങും. ആളുകളുടെ മൈൻഡിൽ ഇത് മാത്രമാണ്. കാണുന്നവർ മുഴുവൻ ഇത് ചെയ്തു തരും എന്ന് ചോദിക്കും. അത് നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ നമുക്ക് നേരിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിട്ട്. ഓക്കെ. പിന്നെ എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഫോൺ ഐഫോൺ ഒന്നും അല്ലല്ലോ, സാധാ ഫോണല്ലേ? സാധാ ഫോണാണ്. ഈ പാറ്റേൺ ലോക്കാണോ നമ്പർ ലോക്കാണോ? നമ്പർ ലോക്കാണ് അല്ലേ? നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ മെന്റലിസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇതിലൊക്കെ പറയലുണ്ട്, മൈൻഡ് റീഡ് ചെയ്യാൻ ഇതൊക്കെ ഒരു കലയാണ്. മൈൻഡ് വായിക്കാനും മനസ്സ് വായിക്കാനൊക്കെ പഠിച്ചവനക്ക് അറിയുള്ളൂ. അതിനുള്ള കഴിവ് നമുക്കുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പഠിച്ചവൻ്റെ സിഫാത്തുകളിൽ നമ്മൾ കൈകടത്തലാവും. എനിവേ ഒരു കലയാണ്. ആ കല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അവതരിപ്പിക്കലും എൻ്റെ വീഡിയോൻ്റെ മുമ്പും ലാസ്റ്റൊക്കെ ചേർക്കലുണ്ട്. സാധാ ഫോണാണ്, ഐഫോൺ അല്ല, ആൻഡ്രോയിഡ് ഫോണാണ്. ആ ഫോണൊന്ന് കയ്യിലെടുക്കും. ഓക്കെ. ആ ഫോണിൽ പിൻ ലോക്ക് ഉണ്ട്. ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആ ഫോണിൽ എനിക്ക് തന്നാൽ മതി. വെച്ചോ, കയ്യിൽ വെച്ചോ. പിന്നെ 6 4 എത്രയാണ്? 4 ഉള്ളൂ അല്ലേ? 4 നമ്പറാണ് അല്ലേ? ആ ഫോണിലൊന്ന് ലോങ് ആയി പ്രസ് ചെയ്ത് പിടിക്കും, ഇറക്കി പിടിക്കും. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ അക്ഷരം അതിലൊന്ന് ടൈപ്പ് ചെയ്യുന്ന പോലെ വിചാരിച്ചു. സെക്കൻഡ് ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ. മൂന്നാമത്തെ അക്ഷരം 4. നമുക്ക് ശ്രമിച്ചു നോക്കാം. എൻ്റെ കൈ ഒരു ഫോണാണെന്ന് വിചാരിക്കും. ജസ്റ്റ് എൻ്റെ കയ്യിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യും. ശരി. നിങ്ങളുടെ ഫോണിൽ വരൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മെന്റലിസം എന്ന് പറഞ്ഞ ഒരു കലയാണ്, ആർട്ടാണ്. റെഡി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വരും. ഇൻസ്റ്റയിൽ വന്നാൽ ഇൻസ്റ്റാ പേജിലൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ കൊളാബ് ചെയ്യാം. ആളുകൾക്ക് എന്ത് ചെയ്യാം, ഞാനുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇൻസ്റ്റ ചെയ്യുന്ന സമയത്ത് കൊളാബ് ചെയ്യാം. എന്താ ഇൻസ്റ്റ ഐ ഡി? റഹ്മാൻ കണ്ണൂരോ? കനവ്. എന്ത് കനവ് എന്താണ്? വീട്ടുപേരാണ്. ഓക്കെ. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് വിചാരിക്കും. സെക്കൻഡ് ലെറ്റർ ഇതിലേക്ക് നോക്കി വിചാരിച്ചോളൂ. തേർഡ് ലെറ്റർ, ഫോർത്ത്. റോങ് പിന്നാണ്, കുഴപ്പമില്ല. കറക്റ്റായി വേറെ ഒന്നിലേക്കും ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. ഒന്ന് കണ്ണടയ്ക്കും. ക്യാമറ കാണുന്നുണ്ടോ? ഇല്ല. ഒന്ന് കണ്ണടയ്ക്കും. ഫസ്റ്റ് ലെറ്റർ എന്ന് വിചാരിക്കും. സെക്കൻഡ് ലെറ്റർ എന്ന് വിചാരിക്കും. തേർഡ്, ലാസ്റ്റ്. ഓക്കെ. ഒന്നിങ്ങോട്ട് നോക്കുക എന്താ സംഭവിച്ചങ്ങനെ.
ഓ സമ്മതിച്ചു. ആദ്യമായിട്ടാണ് മെന്റലിസം ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് ഒരാളെ മെന്റലിസം ചെയ്യുന്നത്. ഓക്കെ.